ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് വേഗം നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഓട്ടടയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബിസിയുള്ള ടൈമിലൊക്കെ ഇങ്ങനെ ഓട്ടട ഉണ്ടാക്കിയാൽ നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ ഒഴിച്ചിട്ട് വേറെ പണികളൊക്കെ എടുക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് പോകുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അത് ബാക്കിയായിട്ടൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തേങ്ങാപ്പാലാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച പാത്രമൊക്കെ കഴിക്കുന്നതിന് ശേഷം പിന്നെ അങ്ങനെ ഞാൻ ചോറൊക്കെ റെഡിയാക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തലേന്നത്തെ കുറച്ച് ചിക്കന് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ചോറും കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ പണിയാണല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് വേഗം നെയ്ച്ചോറ് അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല മടിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ പച്ചക്കറി അതേപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചിലതൊക്കെ അങ്ങനെ ഒന്ന് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ചളിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കഴുകാനുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ബോക്സൊക്കെ ഞാനൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ വീടൊക്കെ വിട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമുക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞൊന്നും പോകാനായിട്ട് പറ്റില്ല അല്ലേ. എല്ലാതും റെഡിയാക്കി വെച്ചിട്ട് വേണമല്ലേ പോവാൻ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോവൽ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലായിടത്തും നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഡീപ്പ് ക്ലീനൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങോട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ നന്നെ തുണി കൊണ്ട് അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില റാക്കൊക്കെ ഞാനൊന്നും ഇങ്ങോട്ട് നെണ്ണ തുണിയോട് തുടച്ചെടുത്തു. ചിലതൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ചളിയൊക്കെ പിടിച്ചതൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ അതാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും നല്ല ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലൊന്ന് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് വിട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഞാൻ മക്കളെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കിയിട്ട് റെഡിയാക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീട് വിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുവിധം എല്ലാതും റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോവൽ. അപ്പോൾ എന്നാലാണ് എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അകൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ മെഷീനൊക്കെ ഉറക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ മെഷീൻ ഉറങ്ങി നീച്ചിട്ട് പോകാമെന്നായിട്ട് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചാടിപ്പടഞ്ഞ് അങ്ങോട്ട് പോകുന്നത് ഈ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ രാവിലെ നമ്മളെ പണിയൊക്കെ ഒരുങ്ങി വരുമ്പോഴത്തേനും അതേപോലെ തന്നെ ഓരോർക്കൊക്കെ ഉറങ്ങിയിട്ട് അങ്ങനെ സാവധാനത്തിൽ അങ്ങനെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാനിത് അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ വീടൊക്കെ വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ കഴിയുന്നത് നമ്മൾ എല്ലാതും റെഡിയാക്കിയിട്ട് പോവാനായിട്ട് നല്ലത്. അപ്പോൾ നമ്മൾ വന്നാൽ നമുക്ക് എന്തായാലും പണി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്ലീനും കൂടി ആക്കാതെ പോയാൽ പിന്നെ നമുക്ക് ഇരട്ടി പണിയായിട്ട് വരും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് കീസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനത് എവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേന് നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മിഷൊക്കെ ഉറങ്ങി നീച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിഷുനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിന് ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേന് നല്ലൊരു സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുക്കളയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട് കേട്ടോ, ഇനി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ പോവാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട് വാണിയമ്പലം ശാന്തി അത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് ഒരു റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിഷുത ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ മടിച്ച് നിൽക്കാണ്ടാവും. അപ്പോൾ അവർ വന്നാൽ പെട്ടെന്ന് അവനക്കൊന്ന് പോകാൻ നല്ലൊരു മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വിഷുവിന് ഇവിടെ ചേലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ എന്തോ ഒരു കുറുമ്പൊക്കെയാണ് കേട്ടോ വിഷുവിന്. അപ്പോൾ അതപ്പം മിഷുവിൻ്റെ കുറുമ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിന് ഇപ്പോൾ ഈ ഒരു കസേര നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഒറ്റയ്ക്കന്നെ ഇതൊക്കെ കയറും ഇറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിലിങ്ങനെ ഇരിക്കണത്. അപ്പം അങ്ങനെ ഞാൻ പിന്നെ മിഷുവിന് പാലൊക്കെ കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ അവിടെ കുറച്ച് പത്തിരിയൊക്കെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ ദിലുവിനും മോനുവിനും അങ്ങനെ ഞാൻ പത്തിരിയും കോഴിക്കറിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ മക്കൾക്ക് പത്തിരിയും കോഴിക്കറിയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ ചോറ് കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ മത്തൻ്റെ ഇലക്കറി, അതേപോലെ തന്നെ മീനും പിന്നെ നല്ലൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മിഷുവൊക്കെ പിന്നെ ഓടിച്ചാടി നടക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ കുറച്ച് സമയം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിഷു പിന്നെ ആടിനെ കളിപ്പിക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ മോനിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ആടിനെ. അപ്പോൾ മിഷുവിന് ഇഷ്ടമാണെന്നാൽ മിഷുവിന് കുറച്ചൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ മോനാണെങ്കിലും മിഷുവിനെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോ അന്നത്തെ ദിവസം വൈകുന്നേരം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ട് അപ്പോൾ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.